ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ സുസ്മിതയുടെ അടുത്ത് നിന്ന് വീണ്ടും ശിവനെ ഒതുക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുകയാണ് ADM-ഉം യൂട്യൂബറും കൂടി. പിന്നെ കൊടുക്കുന്നെങ്കിൽ നല്ലൊരു പണി അവന് കൊടുക്കുക തന്നെ വേണം. ഇയാളുടെ ദേഹത്ത് കരിയോയിൽ വരെ ഒഴിച്ചു എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനത് മാറ്റിയെടുത്ത് എൻ്റെ തല ഇങ്ങനെ ആക്കിയെടുത്തത്. ആ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷനൊക്കെ വിട്ട് നാട് വിട്ടാലോ എന്നൊരു ചിന്തിച്ചതാണ്. ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയതാണ്. പക്ഷേ പിന്നീടും അവനോടുള്ള ആ ഒരു വാശി കൊണ്ട് തന്നെ മുന്നേറി വരികയാണ്. എന്തെങ്കിലും പണി കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അപ്പോൾ അവനെ പിന്നെ ഒതുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ പിന്നെ അവിടെ ശക്തിയും ബുദ്ധിയും തോൽക്കുന്നിടത്ത് ഒരു ചതിയാണ് അവിടെ പ്രയോഗിക്കേണ്ടതെന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം കൊട്ടേഷൻ കൊടുക്കാനും ഒക്കെ നോക്കി തന്നെയാണ്. പക്ഷേ ഞാൻ അപ്പോൾ ഈ സുസ്മിത പറയുന്നുണ്ട്, അപ്പോൾ ADM പോയൊരു പണി കൊടുക്കാൻ നോക്കിയല്ലോ എന്ന് പറയുമ്പോൾ പെട്ടിട്ട് വരികയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു കൊട്ടേഷൻ ഞാൻ കൊടുത്തതാണ്, പക്ഷേ ശിവനെയാണ് അടിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കാശ് എനിക്ക് തിരിച്ചു തന്നു. അവിടെ നിന്നാൽ ഇനി എനിക്ക് അടിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ ജനിസല്ലേ, അപ്പോൾ പിന്നെ കൂടുതൽ ശൗര്യവും കാണിക്കും. ഒരിക്കലും എണീക്കാത്തൊരു അടി തന്നെ കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, ഇനി പിടിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ഏർപ്പാട് നടക്കില്ലല്ലോ, എങ്ങനെ അവനെ തോൽപ്പിക്കുകയേ പറ്റുകയുള്ളൂ. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തും പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഉണ്ട്, പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ എങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത എന്തോ ഒരു ഐഡിയ അവിടെ ആ ഒരു യൂട്യൂബറിനോടും ആ ഒരു ADM-നോടും പറയുകയാണ്. തുടർന്ന് റസാഖാണെങ്കിൽ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ജീപ്പിലിരുന്നുകൊണ്ട് തന്നെ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ശാലിനി ഇങ്ങനെ കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഡം പറഞ്ഞതുപോലെ മാഡത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി, പക്ഷേ അസ്വാഭാവികമായിട്ട് ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. മാഡത്തിൻ്റെ അച്ഛൻ പറയുന്നത് ജെനുവിനാണ് എന്നെനിക്ക് തോന്നി എന്ന് പറയുകയാണ്. തുടർന്ന് ഈ റസാഖ് പറയുന്നുണ്ട്, പക്ഷേ അതിനിടയ്ക്ക് ശിവൻ കയറി വന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ശിവനോ, അവനെന്തിനാ എൻ്റെ വീട്ടിൽ വന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി വരുന്നത് അവൻ്റെ ഒരു സ്വഭാവമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ശാലിനിയാണെങ്കിൽ കുടുംബശ്രീയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ എത്തുന്നതുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ശാലിനിയാണെങ്കിൽ അവിടെ കുടുംബശ്രീ വീട്ടിലെത്തി കാറിൽ ഇറങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ കടയിലുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് നീ ഞങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കാര്യമില്ലാതെ വെറുതെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. എനിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ നിൻ്റെ അമ്മയെ, അതായത് എൻ്റെ ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടിയെന്നാണോ നീ പോലീസിന് പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അച്ഛന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ശ്യാമയും ശാരികയും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അവരും അങ്ങോട്ട് കയർക്കുകയാണ്. സ്വത്തിനും ഇതിനും വേണ്ടി നമ്മൾ അമ്മ ഇറങ്ങിപ്പോയി എന്നാണോ നീ പറഞ്ഞു കൊടുത്തത്, ഞങ്ങളെ നേർക്ക് എന്തിനാണ് ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതിന് ഇവിടെ നിന്ന് നിങ്ങളുടെ ശല്യം സഹിക്കാതെയാണ് അമ്മ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ മാത്രം അമ്മയല്ലല്ലോ, അമ്മ ഞങ്ങളുടെയും കൂടെ അല്ലേ എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ശ്യാമയും പറയുകയാണ്, കുഞ്ഞേച്ചിയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി, സ്വത്തുക്കളെല്ലാം അങ്ങോട്ട് വേണമായിരിക്കും, ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിടണമായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാനൊന്നും നോക്കണ്ട, എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, എല്ലാം നിങ്ങളെടുത്തോ, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ വേണം, അത് മാത്രം മതി എനിക്ക്, അത് കണ്ടെത്തുന്നത് വരെ ഞാൻ എന്തായാലും ഈ അന്വേഷണം തുടരുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ആകെ ദേഷ്യത്തിലാണ് ഇവരോട് സംസാരിക്കുന്നത്. ഈ സമയത്തിനകം ഗോപാലകൃഷ്ണനാണെങ്കിൽ ആ കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിനകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്നും അവർ തങ്ങളിൽ കുറേ വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നീ മാത്രമല്ലല്ലോ മക്കൾ, ഞാനും ഞങ്ങളും മക്കളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നിങ്ങളുടെ ശല്യം സഹിക്കാതെയാണ് പോയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനം പറഞ്ഞേ മതിയാകുകയുള്ളൂ. നിങ്ങൾ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, എന്തായാലും ഞാൻ അമ്മയെ കണ്ടെത്തും, പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കാർക്ക് ശല്യമാണ്, ഇഷ്ടമല്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങോട്ടത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ കാറിൽ കയറാൻ നേരം ശാലിനി ഇങ്ങനെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ജനലിൽ നിന്നിങ്ങനെ ശാലിനി തന്നെ നോക്കുകയാണ്. ശാലിനി നോക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ട് ശാലിനി വണ്ടിയെടുത്ത് പോവുകയാണ്. തുടർന്ന് പിന്നെ അവൾ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ എന്നിങ്ങനെ ശാരിക ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഒരൊറ്റ ഒരാളാണ്, നമ്മുടെ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ മുകളിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്. ആ ഒരു ശാലിനിയെ ഫേസ് ചെയ്യാനൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു മടിയും ഒരു പേടിയൊക്കെ ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട്. അതേസമയം അവിടെ കമലിനാണെങ്കിൽ ഡെയ്സി പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അറിയാമല്ലേ എന്ന് പറഞ്ഞ് എല്ലാമൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് നോക്കുകയാണ്. എന്നിട്ട് നിൻ്റെ ആശാനെ ഞാനൊരു പിടുത്തം പിടിക്കാൻ നോക്കുകയാണ്, ഒന്നെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് അയാൾ എൻ്റെ വഴിക്ക് വരും, അല്ലെങ്കിൽ അയാൾ ഒടുങ്ങും മരിക്കും എന്നൊക്കെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിൽ മഞ്ഞപ്പൊടി ഇല്ലല്ലോ, കടുകും ഇല്ല എന്ന് പറയാം, എനിക്കൊന്ന് കടുക് താളിക്കണമെന്ന് നോക്കിയാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക, പിന്നെ ഉപ്പും
ഏറ്റവും ആവശ്യമായ ഉപ്പ് പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കമലിനെ അങ്ങോട്ട് വഴക്കുറയാണ്. കമൽ സഹികെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് നീ നിൻ്റെ വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകാറില്ല, ഇതാണ് നിങ്ങളെ പറഞ്ഞു വിട്ടാലോ കുഴപ്പം, ആവശ്യമുള്ളതൊന്നും വാങ്ങിക്കത്തൂല്ല, ആവശ്യമില്ലാത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം കമൽ അവസാനം പറയുന്നുണ്ട്, എന്നോട് ചൂടായിട്ട് യാതൊരു കാര്യമില്ല, സാധനങ്ങൾ വാങ്ങിച്ചതും കാശ് കൊടുത്തതും ഒക്കെ ആശാനാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശാനോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് കമല നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ശിവനാണെങ്കിൽ ഇങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ട്, ഓട്ടോയിലല്ല ബുള്ളറ്റിൽ വരുന്നുണ്ട്, വന്നിങ്ങനെ ഡെയ്സിയെ നോക്കുകയാണ്. ഡെയ്സി ഇങ്ങനെ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ കമലിനോട് പറയുന്നുണ്ട്, നീ പൊയ്ക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുകയാണ്. അന്നേരം എന്ന് കമലം പോകുന്നുണ്ട്. അന്നേരം എന്താ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ഡെയ്സിയോട് ചോദിക്കുമ്പോൾ, അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടങ്ങ് അടുക്കളയിലേക്ക് അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അന്നേരം ഡെയ്സി എന്നും പറഞ്ഞ് ശിവൻ പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ വെപ്പും കൂടി വീട്ടമ്മയായിട്ട് ഇവിടെ കൂടാനാണോ ഭാവം ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ സാധനങ്ങളും കൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശിവനിങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെയും ചോദിക്കുമ്പോൾ ഇതെന്നെ എനിക്കും എൻ്റെ പെങ്ങൾക്കും വേണ്ടി വല്ലതും വെച്ചുണ്ടാക്കാൻ വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പിന്നെയും പുറത്തായല്ലേ എന്ന് ചോദിക്കുകയാണ്. ഡെയ്സി ദേഷ്യത്തോടെ സാധനങ്ങൾ തറയിലേക്ക് അങ്ങ് വയ്ക്കുന്നുണ്ട്. അന്നേരം നീ അല്ലെങ്കിലും വലിഞ്ഞു കയറി വന്നവൾ തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പം എന്നെ നിങ്ങൾക്ക് പുറത്താകണം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവന് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇവിടെ നിന്നാൽ, നീ വലിഞ്ഞു കയറി വന്നവളല്ലേ, ഇവിടെ നിന്നാൽ ശരിയാവില്ല, പൊയ്ക്കോളണം എന്നൊക്കെ പറഞ്ഞ് ശിവൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിനക്ക് എന്ത് യോഗ്യതയാണെന്നുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ യോഗ്യത നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെയ്സി ആണെങ്കിൽ ആ കവർ കൊണ്ടുവന്ന സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം തുറന്ന് ഓരോ സാധനങ്ങളായി എടുത്ത് ശിവൻ്റെ മേപ്പോട്ടത്തേക്ക് എറിയുകയാണ്. എന്നിട്ട് മുരിങ്ങയൊക്കെ അത് വെച്ച് ശിവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോന്ന് തക്കാളി എല്ലാം വാരി എറിയുകയാണ്. അന്നേരം ഡെയ്സി വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് ഓടി വരികയാണ്. എന്നിട്ടും ഈ അടിയൊന്നും ഡെയ്സി നിർത്തുന്നില്ല. അവസാനം ശിവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് തർക്കവും കയ്യേറ്റമൊക്കെ ആവുന്നുണ്ട്. അന്നേരം ചന്ദ്രയെ വന്ന് പിടിച്ചു മാറ്റുമ്പോൾ ചന്ദ്രയെ പിടിച്ചങ്ങോട്ട് തള്ളി മാറ്റുകയാണ്. എന്നിട്ടും അവർ തമ്മിൽ തർക്കം തന്നെയാണ്. അവസാനം നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എൻ്റെ യോഗ്യത ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡെയ്സി ആണെങ്കിൽ ചുവരിലേക്ക് എന്നെ തല കൊണ്ടുവച്ച് ഇടിക്കുന്നുണ്ട്. അങ്ങനെ നെറ്റിയിൽ കൂടി ഇങ്ങനെ ചോരയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്താണ്, നീ വെളിയിലിറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡെയ്സി പെട്ടെന്ന് അകത്തേറി കതവ് അടയ്ക്കുന്നുണ്ട്. അന്നേരം ചന്ദ്ര പറയുകയാണ്, ശശി ഏട്ടാ പിന്നെ ഡെയ്സി എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്ന് പറയുമ്പോൾ ഡെയ്സി വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് ശിവൻ കഥവിൽ കിടന്ന് അടിക്കുകയാണ്. പക്ഷേ ഡെയ്സി അകത്ത് കയറിയിട്ടും വീണ്ടും ആ കഥവിൽ കൊണ്ടുവച്ച് ഇടിച്ച് തല ഒന്നുകൂടി മുറിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചോരയൊക്കെ വരികയാണ്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് അതിൽ വീഡിയോ ഓണാക്കി അത് വീഡിയോ ആക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് കരയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കേസ് കണ്ടില്ലേ, എൻ്റെ ഭർത്താവാണെങ്കിൽ എൻ്റെ താലി കെട്ടിയ ഭർത്താവ് എന്നെ വീട്ടിനകത്തിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചുവരിലിടിച്ചാണ് നെറ്റി പൊട്ടി ചോര വരുന്നത് കണ്ടില്ലേ, അയാൾക്ക് ഒരു സൈക്കോ മനുഷ്യനാണ്, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ളതെന്ന്, പെൺകുട്ടികളെ വലയിലാക്കുകയാണ് അയാളുടെ ലക്ഷ്യം, നാളെ നിങ്ങളുടെ സഹോദരിയോ പിന്നെ അമ്മയോ മകളോ ഒക്കെ ആയിരിക്കാം അയാളുടെ ഇത് എന്ന് പറയാം. അപ്പോഴത്തേക്കും ഡെയ്സി കഥവ് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ശിവനാണെങ്കിലും. അതൊക്കെ ഈ ഫോണിൽ റെക്കോർഡ് ആവുന്നുണ്ട്. എന്നിട്ട് പറയാം, കേട്ടില്ലേ, അയാൾ എന്നെ വീണ്ടും ഉപദ്രവിക്കാനാണ്, ഇങ്ങനെയുള്ള ആളിൻ്റെ കൂടെ ഞാൻ എങ്ങനെ കഴിയും, എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കരഞ്ഞ് അഭിനയിക്കുകയാണ്. അന്നേരം ഡെയ്സിന് കഥവ് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടിപ്പൊളിക്കും, നിന്നെ അകത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടില്ലേ അയാൾ പറയുന്നത്, അയാളുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ ചെല്ലും, അയാളെ ഞാൻ വിശ്വസിച്ച് പോയി, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ വലയിലാക്കുന്ന അയാളുടെ ഒരു രീതിയാണ്, അയാളുടെ ഒരു സ്വഭാവമാണ്. കളക്ടർ ശാലിനി വിഷ്ണുവിന് വരെ അയാൾ വലയിലാക്കി എന്നെ സൂക്ഷിക്കണം, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ശിവന് കുറേ നേരം തട്ടിയിട്ട് വാതിൽ തുറക്കില്ല, മനസ്സിലാകുമ്പോൾ അവൾ അകത്ത് കിടന്ന് ചാവുന്നെങ്കിലും അങ്ങോട്ട് ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ആ മലക്കറി അവിടെയൊക്കെ തട്ടി കിടക്കുകയാണ്. അതിൽ നിന്ന് ശിവൻ്റെ ഗ്ലാസ് എടുക്കുന്നുണ്ട്. തറയിൽ വീണ് കിടക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് ശിവൻ അതും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അതും വെച്ച് ബുള്ളറ്റിൽ കയറി ശിവനങ്ങ് പോകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഈ സാധനങ്ങളും ഇങ്ങനെ ചിതറി കിടക്കുന്ന മൊത്തം നോക്കി സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അകത്ത് അതേസമയം ഡെയ്സി ആണെങ്കിൽ ഇവർ പോയി എന്ന് മനസ്സിലാകുമ്പോൾ ഫോൺ വീഡിയോ അവസാനം എൻഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കിട്ടേണ്ടത് കിട്ടി, ഇനി അവന് ഞാൻ കാണിച്ചു കൊടുക്കുക എന്താണെന്ന്, ശിവ നിൻ്റെ കാര്യം തീർന്നു എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയ്സി ആണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ഫോൺ എടുത്ത് എന്തൊക്കെയോ നോക്കിയിട്ട് അവസാനം സുസ്മിതയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതുപോലെ വീഡിയോ എടുത്തു അങ്ങോട്ടത്തേക്ക് അയച്ചിട്ടുണ്ട്, സുസ്മിതയ്ക്കാണ് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, പിന്നീട് ചേച്ചി എന്താണെന്ന് വെച്ചാൽ ആവുന്നതുപോലെ ചെയ്തു എന്ന് പറയുകയാണ്. അന്നേരം ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ഡെയ്സി ചോരയൊക്കെ ഒലിപ്പിച്ച് തന്നെ അങ്ങനെ കട്ടിലേക്ക് കൊണ്ട് ഇരിക്കുകയാണ്. എന്നിട്ടൊരു സൈക്കോ എന്ന പോലെ തന്നെയാണ് പിന്നെ കാണിക്കുന്നത്. ശിവ, ഇനി ഞാൻ കളി തുടങ്ങാൻ പോവുകയാണ്, നീ മുമ്പ് കണ്ടിട്ടുള്ള ഡെയ്സി അല്ല, ഒരു പുതിയ ഡെയ്സി, നീ അവസാനിച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഡയലോഗുകളൊക്കെ സ്വയം ഇരുന്ന് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുസ്മിത ആ വീഡിയോ വേണ്ട വിധത്തിൽ അവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
അതിനുശേഷം അവിടെ മാണിക്കോത്തും മഹേന്ദ്രനാണെങ്കിൽ നിർമ്മലയോട് ആകെ ദേഷ്യപ്പെടുകയാണ്. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും, എൻ്റെ 2 മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, ആകെ മാനക്കേട് എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ്. അന്നേരം ഇപ്പോൾ എന്തുണ്ടായെന്നാണ് മഹേട്ടൻ പറയുന്നത്, എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചു. നിർമ്മലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അന്നേരം എന്താ നീ ഇതങ്ങോട്ട് കാണുക എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹേന്ദ്രനാണെങ്കിൽ ഫോണിൽ ആ ഡേസി സുസ്മിതയ്ക്ക് അയച്ചു കൊടുത്ത വീഡിയോ, സുസ്മിതയാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡേസി ഇങ്ങനെ ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്നു. അതേ കണ്ടില്ല, എൻ്റെ ഭർത്താവാണ് എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ ഭർത്താവായ ശിവനാണെന്നൊക്കെ ഇങ്ങനെ ഡേസി പറയുന്നത് കണ്ട് നിർമ്മല ആകെ അന്തം വിടുന്നുണ്ട്. അന്നേരം ശിവനാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അവൻ പുറത്ത് നാളിനെ വിട്ട് ചെയ്യിക്കുന്നത്, ആ പെണ്ണിൻ്റെ നെറ്റിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടില്ലേ, അമ്മ അതിരി അടിയാണ് അവൻ അടിച്ചിരിക്കുന്നത്, ഇതവൻ അകത്ത് പോവും, അവന് ജാമ്യം പോലും കിട്ടില്ല. പിന്നെ താലി കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് കാമുകിയെ സ്വന്തമാക്കാൻ നോക്കുന്നത്, വീട്ടിൽ സ്ത്രീകളെ തല്ലുന്നതിനൊക്കെ എന്തോ ശിക്ഷ കിട്ടുന്നതിനൊക്കെ ഇപ്പോൾ അറിയാമല്ലോ. ഒരു കൊടി കെട്ടിയ വക്കീൽ വന്നാൽ പോലും അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് മഹിയേട്ടാൻ ചോദിക്കുമ്പോൾ നിൻ്റെ മകനെ രക്ഷിക്കണമെന്നാണോ പറയുന്നത്, എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനും കൂടി അകത്ത് പോകത്തേ ഉള്ളൂ, എന്തായാലും അവൻ ഇങ്ങനെ ഇമാതിരി പോക്കൃത്തരങ്ങളല്ലേ കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് മഹേന്ദ്രനും കൈയൊഴിയുകയാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ആ വീട്ടിൽ പോയി ഡേസി ഒന്ന് കണ്ടിട്ട് കേസും കൂട്ടും ഒന്നും വേണ്ട, സമാധാനമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം എങ്കിൽ പിന്നെ ചെന്നാട്ടെ എന്നും പറഞ്ഞ് മഹേന്ദ്രൻ കളിയാക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അതിനും പോവും, നിൻ്റെ മകൻ്റെ കൂടെ നിനക്കും സെൻട്രൽ ജയിലിൽ പോയി കിടക്കുന്ന യോഹന്നാൻ്റെ മോളാണ് അവൾ, അവരും കൂട്ടത്തോടെ വരും എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല ആകെപ്പെട്ട് നിൽക്കുകയാണ്. മഹേന്ദ്രൻ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്, നിർമ്മല വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശിവനാണെങ്കിൽ ശിവൻ്റെ ബുള്ളറ്റ് നിർത്തിയിട്ട് ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ വയലിൻ്റെ നടുക്കുള്ള റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം ആരെയോ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്, കൊണ്ടുവന്ന് ശിവന് മുന്നേ പോയിട്ട് ഇങ്ങനെ റിവേഴ്സ് എടുത്ത് വന്ന് ശിവൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ആ ശിവൻ്റെ ഒരു കൂട്ടുകാരനെയാണ് കാണിക്കുന്നത്, ഒരു ഫിനാൻസൊക്കെ ഉള്ളൊരു ബുള്ളറ്റൊക്കെ ഒരിക്കൽ കൊണ്ട് പണയം വെച്ചില്ലേ, ആ ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. അന്നേരം നീ വണ്ടി മാറിയോ എന്നിങ്ങനെ ഡോറിനടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനൊരു SUV വാങ്ങി, നല്ല ഉഗ്ര വണ്ടി എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഒരു കാറിൻ്റെ പരസ്യമാണ് അവരുടെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. ശിവനാണെങ്കിൽ ഡോറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്, ഡിക്കി തുറന്ന് നോക്കുന്നു, ബാക്ക് സീറ്റ് തുറന്ന് നോക്കുന്നു, എല്ലാ സ്റ്റിയറിങ് എല്ലാം ഒക്കെ ഇങ്ങനെ കൈയൊക്കെ ഒഴിച്ച് ഓടിച്ചേ കാണിക്കുകയാണ്. നല്ല വണ്ടി, നല്ല സൗകര്യം, അടിപൊളി എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ശിവൻ പറയുന്നുണ്ട്. അന്നേരം നമുക്കൊരു ഡ്രൈവിന് പോവാം, നീ വന്നേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ ഇവിടെ കമലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് പിന്നീട് ഒരു ദിവസം ആവാം എന്നിങ്ങനെ പറയുമ്പോൾ ഈ കൂട്ടുകാരനാണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നത്, ജസ്റ്റ് ഒരു കാറിൻ്റെ പരസ്യം അത്ര കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്നിട്ട് വീണ്ടും കൊള്ളാം, അടിപൊളി വണ്ടി എന്നിങ്ങനെ വീണ്ടും വണ്ടി പോകുമ്പോൾ ശിവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ശിവനാണെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതും, പിന്നീട് ശാലിനിയാണെങ്കിൽ ആ വീഡിയോ ജോൺ എബ്രഹാം ഫോണിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ശിവനെതിരെയുള്ള ആ ഒരു, നേരത്തെ റസാക്ക് പറഞ്ഞല്ലോ അവിടേക്ക് ചെന്നിട്ട് അവിടെ കുടുംബശ്രീ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ, അപ്പോൾ ശിവനോടുള്ളൊരു ദേഷ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ്. നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.